ഹായ്, നമ്മുടെ എക്സാം അടുത്തു. നിങ്ങളുടെ പഠനമൊക്കെ എങ്ങനെയുണ്ട്? പഠനമൊക്കെ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്തേ. നന്നായി പോകുന്നുണ്ടോ? അപ്പൊ നമ്മളിന്ന് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ. എന്നാൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയല്ലോ. എല്ലാവരും എത്തിയോ? ക്വസ്റ്റ്യൻ കണ്ടില്ലേ? ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ഇലക്ഷൻ ഓഫ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് കറക്റ്റ്? അതില് 3 സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓൾ ഇലക്ടഡ് എം പിസ് ഇൻ ദ രാജ്യസഭ ഗെറ്റ് വോട്ടിംഗ് റൈറ്റ്സ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾ എം പിസ് ഇൻ ദ ലോക്സഭ ഗെറ്റ് വോട്ടിംഗ് റൈറ്റ്സ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾ എം പിസ് ഇൻ ദ രാജ്യസഭ ഗെറ്റ് വോട്ടിംഗ് റൈറ്റ്സ്. അതിൽ ഓപ്ഷൻ എ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് 1ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ ബി പറയുന്നുണ്ട് 2ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ സി പറയുന്നുണ്ട് 1ഉം 2ഉം ആണ് കറക്റ്റ്. ഓപ്ഷൻ ഡി പറയുന്നു നൺ ഓഫ് ദ എബോവ്. ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്നില്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഒന്ന് ആൻസേഴ്സ് ഒന്ന് കമന്റ് ചെയ്തേ. ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. ആൻസറുകളെ വരുന്നുണ്ട്. എ എന്ന് പറയുന്നുണ്ട്, സി എന്ന് പറയുന്നുണ്ട്, എ എന്ന് പറയുന്നുണ്ട്, ഡി എന്ന് പറയുന്നുണ്ട്. ഒന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, നമുക്ക് എന്താണ് ഇനി സമയം വേണോ? ഓക്കെ, ഒരുപാട് ആളുകൾ ആൻസർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും എന്താണ് ആൻസർ എന്ന് നോക്കാം. ഇതിൽ എന്താണ് ക്വസ്റ്റ്യൻ? വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ കറക്റ്റ് ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഇവിടെ കറക്റ്റ് എന്ന് കാണാം, അതുപോലെ തന്നെ നോട്ട് കറക്റ്റ് എന്നൊക്കെ കാണാം. അപ്പൊ ഈ കീവേഡ് ആണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മെൻഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓൾ ഇലക്ടഡ് എം പിസ് ഇൻ ദ രാജ്യസഭ ഗെറ്റ് വോട്ടിംഗ് റൈറ്റ്സ്. അപ്പോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് ആണ്. അതായത് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ലോകസഭയിലെയും രാജ്യസഭയിലെയും എന്താണ് എല്ലാ അംഗങ്ങളും ചേർന്നിട്ടാണ് എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. ലോകസഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങളും, അവിടെ നോമിനേറ്റഡ് എന്നോ ഇലക്റ്റഡോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ലോകസഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങളും ചേർന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ എല്ലാ അംഗങ്ങളും എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം അതിൽ എന്ത് വരുന്നുണ്ട്? സോറി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് എന്താണ്? ലോകസഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങളും കൂടെ ചേർന്നാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഓൾ ഇലക്ടഡ് എം പിസ് ഇൻ ദ രാജ്യസഭ ഗെറ്റ് വോട്ടിംഗ് റൈറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇലക്ടഡ് എന്നാണ്. പക്ഷെ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം രാജ്യസഭ
രാജ്യസഭയിലെയും ലോകസഭയിലെയും എല്ലാ അംഗങ്ങളും എന്നാണ് എന്ത് പ്രസിഡന്റിനെ വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന കൊളീജിയത്തിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ശരിയായിട്ടുള്ളത്. കാരണം ഓൾ എം പിസ് ഇൻ ദ ലോക്സഭ ഗെറ്റ് വോട്ടിംഗ് റൈറ്റ്സ്, അതുപോലെ തന്നെ ഓൾ എം പിസ് ഇൻ ദ രാജ്യസഭ ഗെറ്റ് വോട്ടിംഗ് റൈറ്റ്സ്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? ബി ആണ്. സ്റ്റേറ്റ്മെന്റ് ബി ആണ്. അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് മറന്നു പോകരുത്. വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന കൊളീജിയം എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ലോകസഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങളും ചേർന്നാണ് എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. ലോകസഭയിലെയും രാജ്യസഭയിലെയും എല്ലാ അംഗങ്ങളും ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. കാരണം ഇവിടെ ഇലക്റ്റഡ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അത് തെറ്റാണ്. പിന്നെ എന്താണ്? ലോകസഭയിലെ എല്ലാ എം പിമാരും അതുപോലെ തന്നെ രാജ്യസഭയിലെ എല്ലാ എം പിമാരും ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ബി ആണ്. അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ബി ആണ്. അപ്പൊ രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ശരിയായിട്ടുള്ളത്. അപ്പൊ ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ബി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ശരിയാക്കിയിട്ടുണ്ട്. അപ്പോ ബാക്കി തെറ്റിയ ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് ലോകസഭയിലെയും രാജ്യസഭയിലെയും എല്ലാ എം പിമാരും ചേർന്നുകൊണ്ടാണ് എന്നുള്ള ഒരു കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഞാൻ അതിന്റെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണോ? കറക്റ്റ് ആണോ? ഒന്ന് കമന്റ് ചെയ്യൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞത് ഓക്കെ ആണോ? ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ? ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഐഡിയ എമർജൻസി ബോറോഡ് ഫ്രം വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ? എമർജൻസി എന്ന് പറയുന്ന അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആശയം നമ്മൾ ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത് എന്നാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ബ്രിട്ടൻ ആണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് USA ആണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ജർമ്മനിയാണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് അയർലൻഡ് ആണ്. ഒന്ന് കമന്റ് ചെയ്തേ. ഒന്ന് ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഒരുപാട് ആളുകള് ബി എന്ന് പറയുന്നുണ്ട്, സി എന്ന് പറയുന്നുണ്ട്, ഡി എന്ന് പറയുന്നുണ്ട്. കമന്റുകൾ പോരട്ടെ. ഓക്കെ, USA എന്ന് പറയുന്നുണ്ട്, ജർമ്മനി എന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഇനി നമ്മൾ ആൻസറിലേക്ക് പോകാം. എമർജൻസി എന്ന് പറയുന്ന ആശയം എവിടെ നിന്നാണ് കടമെടുത്തത്? എമർജൻസി എന്ന് പറയുന്ന ആശയം എവിടെ നിന്നാണ് കടമെടുത്തത് എന്ന് വെച്ചാൽ അത് ജർമ്മനിയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ജർമ്മനിയിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കടമെടുത്തിട്ടുള്ളത്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സി ആണ് കേട്ടോ. ജർമ്മനിയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ആൻസർ സി ആണ്. ഇനി നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കാണുന്നില്ലേ?
വിച്ച് ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ 42nd amendment ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ആഡഡ് ദ വേർഡ്സ് സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ആഡഡ് ദ വേർഡ്സ് ഈക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ആഡഡ് ദ വേർഡ് ഇന്റഗ്രിറ്റി. ഇതൊന്ന് ആൻസർ ചെയ്തേ. ഒന്ന് കമന്റ് ചെയ്യൂ. എന്താണ് ഇതിന്റെ ആൻസർ? ഒന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, ഒരുപാട് ആളുകൾ ബി എന്ന് പറയുന്നുണ്ട്, എ എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. 42nd അമെന്റ്മെന്റിലൂടെ എന്തൊക്കെ വേർഡുകളാണ് ആഡ് ചെയ്തതെന്ന് വെച്ചാൽ, ഒന്ന് സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആഡഡ് ദ വേർഡ് ഇന്റഗ്രിറ്റി. അപ്പൊ സോഷ്യലിസ്റ്റ്, സെക്യുലർ, അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി, ഈ മൂന്ന് വേർഡുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 1ഉം 3ഉമാണ്. അതായത് ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ കേട്ടോ. ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. സോഷ്യലിസ്റ്റ്, സെക്യുലർ ആഡ് ചെയ്തു, അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന വേർഡ് എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അപ്പൊ ഒന്നാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് ആണ്, അതായത് ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദ പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദ ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വാസ് അംബേദ്കർ. പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡെലിബറേഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വർ ട്രാൻസ്പാരന്റ്. അതില് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. രണ്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? അംബേദ്കർ ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകളെല്ലാം എന്തായിരുന്നു? സുതാര്യമായിരുന്നു, ട്രാൻസ്പാരന്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ. ചില ആളുകൾ സി എന്ന് പറയുന്നുണ്ട്, ചില ആളുകൾ ബി എന്ന് പറയുന്നുണ്ട്, ഡി എന്ന് പറയുന്നുണ്ട്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? പുതിയ PSCയുടെ ട്രെൻഡ് അനുസരിച്ചിട്ട് സ്റ്റേറ്റ്മെന്റുകൾ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് വൈസിലും എന്ത് ചെയ്യാറുണ്ട്? ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുന്നത് PSCയുടെ മുൻകാല ചോദ്യങ്ങളാണ്. നിങ്ങൾ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതില് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് കേട്ടോ. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഡി ആണ്. ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഓൾ ഓഫ് ദ എബോവ്. ഇതിലെല്ലാതും എന്താണ്? ശരിയാണ് കേട്ടോ. രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ്. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചർച്ചകളെല്ലാം എന്തായിരുന്നു? സുതാര്യമായിരുന്നു. അപ്പോ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. Which statement is not true regarding the fundamental rights? ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. സി എന്ന് പറയുന്നത് റൈറ്റ് ടു പ്രോപ്പർട്ടി. ഡി എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ റൈറ്റ്. ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്?
കമന്റ് ചെയ്തേ. ഒരുപാട് ആളുകൾ ഡി എന്ന് പറയുന്നുണ്ട്, സി എന്ന് പറയുന്നുണ്ട്. ഇതിലേതാണ്? ഇത് എല്ലാവർക്കും അറിയാം. എല്ലാവരും ശരിയാക്കുന്നുണ്ട്. എന്താണ് ഇതിൽ? സി ആണ് ആൻസർ. റൈറ്റ് ടു പ്രോപ്പർട്ടി ആണ്. കാരണം എന്താണ്? റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണെങ്കിലും, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് ആണെങ്കിലും, എഡ്യൂക്കേഷണൽ റൈറ്റ് ആണെങ്കിലും, ഇതെല്ലാം എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. പക്ഷെ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തല്ല? ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. അപ്പൊ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പൊ 5ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? സി ആണ്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പാർട്ട് ഏതാണെന്നാണ് 6ാമത്തെ ക്വസ്റ്റ്യൻ. ഒന്ന് ആൻസർ ചെയ്തേ, ഒന്ന് കമന്റ് ചെയ്യൂ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട പാർട്ട് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഒരുപാട് ആളുകൾ അതിന് കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? സി ആണ് ആൻസർ. 4A ആണ് കേട്ടോ. 4A ആണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്ന ഏതാണ്? 4A ആണ്. ഈ 4 എന്ന് പറയുന്നത് എന്താണ്? 4 ഓപ്ഷൻ എ എന്ന് പറയുന്ന പാർട്ട് 4 എന്ന് പറയുന്നത് എന്താണ്? DPSP യെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ പാർട്ട് 3 എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ പാർട്ട് 4A ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അതുപോലെ തന്നെ പാർട്ട് 2 എന്ന് പറയുന്നത് എന്താണ്? സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പൊ 6ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സി ആണ്. പാർട്ട് 4A ആണ് 6ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Which article of the Indian Constitution deals with right to life and personal liberty? ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? കമന്റ് ചെയ്യൂ. ആർട്ടിക്കിൾ 20 ആണോ? ആർട്ടിക്കിൾ 21A ആണോ? ആർട്ടിക്കിൾ 21 ആണോ? ആർട്ടിക്കിൾ 22 ആണോ? ഏതിലാണ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയെ കുറിച്ച് പറയുന്നത്? ഏതാണ്? ഇതില് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. സി എന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, ഡി എന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, ബി എന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. ഏതാണ് ആൻസർ? എ എന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? സി ആണ്. ആർട്ടിക്കിൾ 21 ആണ് കേട്ടോ. 7ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 21 ആണ്. ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനെ കുറിച്ചുള്ള അവകാശത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21 ആണ്. ഏതാണ്? ആർട്ടിക്കിൾ 21 ആണ്. എന്താണ് ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് കുറ്റം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട സംരക്ഷണത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. 21A എന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ്.
അതുപോലെ തന്നെ ആർട്ടിക്കിൾ 22 എന്ന് പറഞ്ഞാൽ അന്യായമായിട്ട് അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും തടങ്കലിൽ പാർപ്പിക്കുന്നതിനുമെതിരെയായ സംരക്ഷണത്തെ കുറിച്ചാണ് എവിടെ പറയുന്നത്? ആർട്ടിക്കിൾ 22 എന്ത് ചെയ്യുന്നത്? പറയുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് പെയർ? എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്തേ. കമന്റ് ചെയ്യൂ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. ഇതില് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ബി ആണ്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള പെയർ എന്ന് പറയുന്നത് ഏതാണ്? ബി ആണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 21A ഇതാണ് എന്തായിട്ടുള്ളത്? കറക്റ്റ് ആയിട്ടുള്ളത്. ചൈൽഡ് ലേബറിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 24 23 അല്ല. ചൈൽഡ് ലേബറിനെ കുറിച്ച് പറയുന്നത് 24 അതുപോലെ തന്നെ റിട്ടനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 32 ആണ്. അതുപോലെ തന്നെ റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14 അപ്പോ ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ, കറക്റ്റ് ആയിട്ടുള്ള പെയർ എന്ന് പറയുന്നത് എന്താണ്? ബി ആണ്. എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. correctly sequence the various stages of the Indian legislative process. ഇന്ത്യൻ പാർലമെന്റിലെ ഒരു നിയമനിർമ്മാണത്തിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് ചെയ്യൂ. 9ാമത്തെ ക്വസ്റ്റ്യൻ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓക്കെ, നമുക്ക് നോക്കാം. ഇന്ത്യൻ പാർലമെന്റിലെ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായിട്ടുള്ള ഫേസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതില് ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് റീഡിംഗ് ആണ്. എന്താണ്? ഫസ്റ്റ് റീഡിംഗ്. ആദ്യം വരുന്നത് എന്താണ്? ഫസ്റ്റ് റീഡിംഗ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണ്? സെക്കൻഡ് റീഡിംഗ് ആണ്. സെക്കൻഡ് റീഡിംഗിൽ എന്ത് വരുന്നുണ്ട്? കമ്മിറ്റി ഫേസ് വരുന്നുണ്ട്, പിന്നെ റിപ്പോർട്ടിംഗ് ഫേസ് വരുന്നുണ്ട്, പിന്നെയാണ് എന്ത് വരുന്നത്? തേർഡ് റീഡിംഗ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? എ സി ഡി ബി ഇ. ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ബി ആണ്. 9ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ബി ആണ്. എ സി ഡി ബി ഇ ഇതാണ്. ആദ്യം ഫസ്റ്റ് റീഡിംഗ് വരുന്നു, പിന്നെ സെക്കൻഡ് റീഡിംഗ് വരുന്നു, പിന്നെ കമ്മിറ്റി ഫേസ് വരുന്നു, പിന്നെ റിപ്പോർട്ടിംഗ് ഫേസ് വരുന്നു, പിന്നെ തേർഡ് റീഡിംഗ് വരുന്നു. ഇതാണ് പാർലമെന്റിലെ ലോ മേക്കിംഗ് പ്രോസസ് എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പൊ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത് കേട്ടോ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. The 73rd and 74th amendments to the Indian Constitution were related with 73ാമത്തെയും 74ാമത്തെയും അമെന്റ്മെന്റ്
എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഒന്ന് ആൻസർ ചെയ്യൂ. 10ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യൂ. കമന്റ് ചെയ്യൂ, കമന്റുകൾ വരട്ടെ. ഒരുപാട് ആളുകൾ ബി എന്ന് പറയുന്നുണ്ട്, എ എന്ന് പറയുന്നുണ്ട്, ഡി എന്ന് പറയുന്നുണ്ട്. 73rd 74th വളരെ പ്രധാനപ്പെട്ട ഒരു അമെന്റ്മെന്റ് ആണ്. ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ലോക്കൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. അപ്പോ 10ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ലോക്കൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. ലോക്കൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ 10ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. എ ആണ്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫസ്റ്റ് ആക്ടിംഗ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരാണ്? 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരാണ്? ഒന്ന് കമന്റ് ചെയ്യൂ. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് കമന്റ് ചെയ്യൂ. എ എന്ന് പറയുന്നുണ്ട്, സി എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? വി ഗിരിയാണ് കേട്ടോ. ആരാണ്? വി ഗിരിയാണ്. അതായത് 1969 ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന സക്കീർ ഹുസൈൻ എന്ത് ചെയ്തു? മരണപ്പെട്ടു. അന്ന് വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആര്? വി ഗിരി. അങ്ങനെയാണ് വി ഗിരി എന്ത് ചെയ്യുന്നത്? സക്കീർ ഹുസൈന്റെ മരണത്തെ തുടർന്ന് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ വി ഗിരിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത് കേട്ടോ. അപ്പോ 11ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ സി ആണ്. ഓക്കെ, ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, വൺ എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് മെമ്പർ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഹു ഈസ് ഹി? ഇതില് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആരാണ്? 12ാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആരാണ്? കമന്റ് ചെയ്യൂ. എന്താണ് 12ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ? എന്താണ്? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു. ആൻസർ സി ആണ്. ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്നില്ല കേട്ടോ. 12 ബി അല്ല, മുൻഷി, മുഹമ്മദ് സാദുള്ള, ഗോപാലസ്വാമി അയ്യങ്കാർ എല്ലാം എന്തായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്നു. നെഹ്റു ആണ് ഇതിൽ അംഗമല്ലാത്തത് കേട്ടോ. 12 സി ആണ് ആൻസർ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ. ആണ്, which article of the Indian Constitution does abolish untouchability? അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്തത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 13ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യൂ.
ഏതാണ്? ആ 13ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ് കേട്ടോ. ആർട്ടിക്കിൾ എന്താണ്? 17 ആണ്. ആർട്ടിക്കിൾ 17ലാണ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റിയെ കുറിച്ച് എന്ത് ചെയ്യുന്നത്? പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 17 ആണ്. എന്താണ് 13ൽ എന്താ പറയുന്നത്? 13ല് ജുഡീഷ്യൽ റിവ്യൂയെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 15ല് ജാതി, മതം, വർഗം, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? പൗരന്മാർക്കിടയിൽ വിവേചനം പാടില്ല. പിന്നെ ആർട്ടിക്കിൾ 19ല് 6 ബേസിക് ഫ്രീഡത്തെ കുറിച്ച് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീഡത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ 19ൽ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പൊ 13ന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സി ആണ്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾസ് ഡീൽസ് വിത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? 14ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും. BPSPയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഏതാണ്? BPSPയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ്? കമന്റുകൾ വരട്ടെ. 14ാമത്തെ ക്വസ്റ്റ്യന്റെ കമന്റുകൾ വരട്ടെ. ഓക്കെ, ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. ഏതാണ്? ആർട്ടിക്കിൾ 36 to 51 ആണ്. അതായത് 14ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് 14ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. 36 to 51 അതിലാണ് DPSPയെ കുറിച്ച് അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നത്? പ്രതിപാദിക്കുന്നത്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, the joint sitting of the parliament is presided over by. പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗില് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? 15ാമത്തെ ക്വസ്റ്റ്യൻ, പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗ് സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? കമന്റ് ചെയ്യൂ, കമന്റുകൾ വരട്ടെ. സ്പീക്കർ ആണോ? ഇന്ത്യയുടെ പ്രസിഡന്റ് ആണോ? അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആണോ? അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണോ? ആരാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന് അല്ലെങ്കിൽ ജോയിന്റ് സിറ്റിംഗിന് അധ്യക്ഷത വഹിക്കുന്നത്? കമന്റുകൾ വരട്ടെ. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. സ്പീക്കർ ആണ്. ജോയിന്റ് സിറ്റിംഗ്, പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗില് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? സ്പീക്കർ ആണ്. അപ്പോ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. ഓപ്ഷൻ എ. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ, who is the head of Indian Audit and Accounts Department? Who is the head of Indian Audit and Accounts Department? 16ാമത്തെ ക്വസ്റ്റ്യൻ, അറ്റോർണി ജനറൽ. ഓപ്ഷൻ എ അറ്റോർണി ജനറൽ ഉണ്ട്. ഓപ്ഷൻ ബി അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്. ഓപ്ഷൻ സി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഉണ്ട്. ഓപ്ഷൻ ഡി റിസർവ് ബാങ്ക് ഗവർണർ ഉണ്ട്. ഇതിന്റെ ആൻസർ എന്താണ്? ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്. ആ കമന്റുകൾ വരട്ടെ. ഇതില് ശരിയായിട്ടുള്ള ആൻസർ ഏതാന്ന് വെച്ചാൽ സി ആണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, CAG.
CAG ആണ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്ന് പറയുന്നത്. CAG ആണ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്. അപ്പൊ 16ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? സി ആണ് കേട്ടോ. CAG ആണ്. സി ആണ് ആൻസർ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ കൺസിസ്റ്റ് ഓഫ്. പാർലമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഓപ്ഷൻ എ പ്രസിഡന്റ് ആൻഡ് പ്രൈം മിനിസ്റ്റർ, ഓപ്ഷൻ ബി രാജ്യസഭ ആൻഡ് ലോക്സഭ, ഓപ്ഷൻ സി പ്രസിഡന്റ് ലോക്സഭ ആൻഡ് രാജ്യസഭ, ഓപ്ഷൻ ബി പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഇതില് ആരൊക്കെ ചേർന്നതാണ് ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത്? 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് കമന്റ് ചെയ്യൂ. ഇതിൽ ആരൊക്കെ ചേർന്നതാണ് ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത്? ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ്. ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത് പ്രസിഡന്റും ലോകസഭയും അതുപോലെ തന്നെ രാജ്യസഭയും ചേർന്നതാണ് എന്ത്? ഇന്ത്യയുടെ പാർലമെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ 17ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സി ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ റിഗാർഡിംഗ് ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഭരണഘടനയുടെ പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. തെറ്റായത് ഏതാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പറയുന്നുണ്ട് പ്രിയാമ്പിൾ പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓപ്ഷൻ ബി പറയുന്നുണ്ട് അമെൻഡഡ് വൺസ്. ഓപ്ഷൻ സി പറയുന്നുണ്ട് പ്രിയാമ്പിൾ ഈസ് സ്റ്റാർട്ടഡ് വിത്ത് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ഡി പറയുന്നുണ്ട് 26 January 1950 ഈസ് ദ ഓൺലി ഡേറ്റ് മെൻഷൻ ഇൻ ദ പ്രിയാമ്പിൾ. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് എ എന്ന് പറയുന്നത് പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ്. ബി എന്ന് പറയുന്നത് ഒരു തവണയാണ് ഭേദഗതി വരുത്തിയിട്ടുള്ളത്. സി എന്ന് പറയുന്നത് എന്താണ്? പ്രിയാമ്പിളിന്റെ തുടക്കം എന്ന് പറയുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആണ്. പിന്നെ ഡി എന്ന് പറയുന്നത് പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഡേറ്റ് എന്ന് പറയുന്നത് 26 January 1950 എന്നാണ് പറയുന്നത്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? കമന്റ് ചെയ്യൂ. ഇവിടെ 18ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് കേട്ടോ. ഡി ആണ്. കാരണം എ ബി സി എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളെല്ലാം എന്താണ്? പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഡി ആണ് തെറ്റ്. 1949 November 26, 1949 November 26 എന്ന് പറയുന്ന ഡേറ്റ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോ 18ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഡി ആണ്. ആൻസർ ഏതാണ്? ഡി ആണ് കേട്ടോ. 18ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഡി ആണ്. 1949 November 26 എന്നുള്ള ഡേറ്റ് ആണ് പ്രിയാമ്പിൾ എന്ത് ചെയ്തിട്ടുള്ളത്? മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. A command issued by the Supreme Court or High Court when a public official refuses to perform its duties. ഒരു പബ്ലിക് ഒഫീഷ്യൽ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കാത്ത സമയത്ത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യന്റെ ഉദ്ദേശം. ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്, ഓപ്ഷൻ ബി മാൻഡമസ്, ഓപ്ഷൻ സി സെർഷ്യോററി, ഓപ്ഷൻ ഡി കോ വാറന്റോ. ഇതിലേതാണ്
ഒരു ഉദ്യോഗസ്ഥൻ തന്റെ കർത്തവ്യം നിർവഹിച്ചിട്ടില്ല എങ്കിൽ ഏത് റിട്ടാണ് പുറപ്പെടുവിക്കുന്നത്? യെസ്, 19ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? മാൻഡമസ് ആണ് കേട്ടോ, മാൻഡമസ് ആണ്. അപ്പൊ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ജോലി നിർവഹിക്കുന്നില്ല എങ്കിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ട് എന്ന് പറയുന്നത് ഏതാണ്? മാൻഡമസ് ആണ്. അപ്പൊ 19ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? മാൻഡമസ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ് ക്യാൻ ബി ഇനിഷ്യേറ്റഡ് ഇൻ. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ എ ലോക്സഭയിലാണോ, ഓപ്ഷൻ ബി രാജ്യസഭയിലാണോ, ഓപ്ഷൻ സി എയ്തർ ഹൗസ് ഓഫ് ദ പാർലമെന്റ്, പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു സഭയിലാണോ, ഓപ്ഷൻ ബി ജോയിന്റ് സെഷൻ ഓഫ് ദ ബോത്ത് ഹൗസസ്. ഇതിലേതാണ് 20ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ? കമന്റ് ചെയ്യൂ. ലോകസഭയാണോ, രാജ്യസഭയാണോ, അല്ലെങ്കിൽ പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു സഭയാണോ, അല്ലെങ്കിൽ പാർലമെന്റിന്റെ ഒരു ജോയിന്റ് സെഷനിലാണോ, ഏതിലാണ് നമ്മൾ പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് പ്രമേയം നമ്മൾ ആദ്യമായിട്ട് ഇനിഷ്യേറ്റ് അല്ലെങ്കിൽ എന്താ പറയാ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നത്? ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം? കമന്റ് ചെയ്യൂ. എ എന്ന് പറയുന്നുണ്ട്, ഡി എന്ന് പറയുന്നുണ്ട്, സി എന്ന് പറയുന്നുണ്ട്, ബി എന്ന് പറയുന്നുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? സി ആണ് കേട്ടോ, ഓപ്ഷൻ സി ആണ്. എയ്തർ ഹൗസ് ഓഫ് ദി പാർലമെന്റ്, പാർലമെന്റിന്റെ ഏത് സഭയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഒരു ഇംപീച്ച്മെന്റ് പ്രമേയം അല്ലെങ്കിൽ ഒരു ഇംപീച്ച്മെന്റ് ബില്ല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവതരിപ്പിക്കാൻ സാധിക്കും. 20ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ് കേട്ടോ. 20ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് ബില്ല് നമുക്ക് പാർലമെന്റിന്റെ ഏത് സഭയിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അവതരിപ്പിക്കാം. അപ്പോൾ സി ആണ് 20ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെമ്പേഴ്സ് ഈസ് ഓർ ആർ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഇലക്ഷൻ ഓഫ് ദി പ്രസിഡന്റ്? ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് ആരൊക്കെയാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദ ലോക്സഭ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദ രാജ്യസഭ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? എ ആണോ, ബി ആണോ, അതല്ല സി ആണോ, ഡി ആണോ, ഏതാണ് 21ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ? കമന്റ് ചെയ്യൂ, ഏതാണ്? കുറെ ആളുകൾ എ എന്ന് പറയുന്നുണ്ട്, സി എന്ന് പറയുന്നുണ്ട്, ബി എന്ന് പറയുന്നുണ്ട്. ഇതില് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? എ ആണ് കേട്ടോ, എ ആണ്. അതായത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഇലക്ടഡ് മെമ്പേഴ്സും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പേഴ്സുമാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയുടെ പ്രസിഡന്റിനെ എന്ത് ചെയ്യുന്നത്, തെരഞ്ഞെടുക്കുന്നത് കേട്ടോ. ഇവിടെ
ഇലക്റ്റഡ് എന്ന് കൂടെ ഉണ്ട്. ഇപ്പൊ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എന്ത് ചെയ്യാറില്ല, നോമിനേഷൻ ഒന്നും വരാറില്ല കേട്ടോ. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നോമിനേഷൻ ഒന്നും ഇല്ല. ഇപ്പൊ ലോക്സഭയിലേക്കാണെങ്കിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കാണെങ്കിലും ഇപ്പോ നോമിനേഷൻ ഒന്നും ഇല്ല. എല്ലാ ആളുകളെയും എന്താണ് ഇലക്ഷനിലൂടെ തന്നെയാണ് തെരഞ്ഞെടുക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? എ ആണ് കേട്ടോ. എ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ള ഉത്തരവെന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓർക്കുക, നോമിനേറ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഇലക്ടറൽ കോളേജിലെ അംഗങ്ങളല്ല എന്നുള്ള ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക കേട്ടോ. നോമിനേറ്റഡ് അംഗങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ആ ഒരു ഇലക്ടറൽ കോളേജിലെ അംഗങ്ങളല്ല എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. ലോകസഭയിലെയും രാജ്യസഭയിലെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെയും ഒക്കെ ഇലക്ടഡ് മെമ്പേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്, തെരഞ്ഞെടുക്കുന്നത്. അപ്പോ ഇവിടെ ശരിയായിട്ടുള്ള 21ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ഇനി യൂണിയൻ ഗവൺമെന്റുമായിട്ട് 22ാമത്തെ ക്വസ്റ്റ്യൻ യൂണിയൻ ഗവൺമെന്റുമായിട്ടും ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്: ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് in India shall not exceed 50% of the total members of the parliament. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് the constitution of India provides that all cabinet ministers shall be compulsorily the sitting members of the Lok Sabha only. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് the council of ministers in the center shall be collectively responsible to the Lok Sabha. ഇതില് ഏതാണ് യൂണിയൻ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? 22ാമത്തെ ക്വസ്റ്റ്യൻ യൂണിയൻ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? കമന്റ് ചെയ്യൂ. കമന്റുകൾ വരുന്നില്ലല്ലോ, കമന്റ് ചെയ്യൂ. ബി എന്ന് പറയുന്നുണ്ട്. പിന്നെ പോരട്ടെ, കമന്റുകൾ വരട്ടെ. ഇതില് 22ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സി ആണ് കേട്ടോ. ആൻസർ ഏതാണ്? സി ആണ്. കാണുന്നില്ലേ? കാണാൻ പറ്റുന്നില്ലേ? ഓപ്ഷൻസ് കാണുന്നില്ലല്ലേ? ആൻസർ എന്ന് പറയുന്നത് സി ആണ്. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇന്ത്യൻ പാർലമെന്റിലെ ആകെ അംഗങ്ങളുടെ 50%-നേക്കാൾ എന്ത് ചെയ്യാൻ പാടില്ല? യൂണിയൻ, അതായത് കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം ഇന്ത്യൻ പാർലമെന്റിലെ ആകെ അംഗങ്ങളുടെ 15%-നേക്കാൾ കൂടുതലാകാൻ പാടില്ല എന്നുള്ളതാണ്. അത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ശരിക്കും അവിടെ പാർലമെന്റ് എന്നല്ല വരേണ്ടത്, ലോക്സഭ എന്നാണ് വരേണ്ടത്. ലോക്സഭയിലെ ആകെ അംഗങ്ങളുടെ 50%-നേക്കാൾ കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ലോക്സഭ എന്നുള്ളതിന് പകരം പാർലമെന്റ് എന്നാണ് ചേർത്തിരിക്കുന്നത്. അപ്പോ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. പിന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? മന്ത്രിമാർ, എല്ലാ ക്യാബിനറ്റ് മന്ത്രിമാരും നിർബന്ധമായിട്ടും എന്തായിരിക്കണം? ലോക്സഭയിലെ അംഗങ്ങൾ മാത്രമായിരിക്കണം എന്നാണ്. അതായത് ലോക്സഭയിലെ സിറ്റിംഗ് മെമ്പേഴ്സ് ഓഫ് ദ ലോക്സഭ ഓൺലി എന്നുള്ളതാണ്. അതും തെറ്റാണ്. അതായത് ഇരുസഭയിൽ അംഗമായിട്ടില്ലെങ്കിലും, അതായത് ഒരു MP അല്ലാത്ത ഒരാൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യയിൽ മന്ത്രിയാകാൻ പറ്റും. ലോക്സഭയിലോ രാജ്യസഭയിലോ അംഗമാകണം എന്നില്ല. 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്താൽ മതി? അംഗമായാൽ മതി. അപ്പൊ അതും തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മന്ത്രിമാർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, കേന്ദ്ര മന്ത്രിമാർ എന്ന് പറയുന്നത് ലോക്സഭയോട് എന്താണ്? കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ആണ്. അതായത്
കേന്ദ്രമന്ത്രിമാരുടെ കൂട്ടുത്തരവാദിത്വം ഏതിനോടാണ്? ലോക്സഭയോടാണെന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇതില് ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എന്തായിട്ടുള്ളത്? കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോ 22ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സി ആണ് കേട്ടോ. 22ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ സി ആണ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ്? Which of the following statement is are correct about emergency powers of the union government? കാണുന്നില്ലെങ്കിൽ ഞാൻ വായിച്ചു തരാം. കാണുന്നുണ്ടോ? 23ാമത്തെ ക്വസ്റ്റ്യൻ ആ സ്റ്റേറ്റ്മെന്റ്സ് കാണുന്നുണ്ടോ? രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്. കാണുന്നുണ്ടോ? ഞാൻ വായിച്ചു തരാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 3 different kinds of emergency powers are there in the Indian Constitution. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 3 തരത്തിലുള്ള എമർജൻസി പവേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് proclamation of emergency may be made by the president at any time is satisfied that the security of India or any other part of India has been threatened by war, external aggression or armed rebellion. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കാണുന്നില്ല. 23ാമത്തെ ക്വസ്റ്റ്യന്റെ സ്റ്റേറ്റ്മെന്റ് കാണുന്നില്ലേ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ 3 തരത്തിലുള്ള എമർജൻസി പവേഴ്സിനെ കുറിച്ച് പറയുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് യുദ്ധം കൊണ്ടോ, യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിലോ, വാറിന്റെ അടിസ്ഥാനത്തിലോ, എക്സ്റ്റേണൽ അഗ്രഷന്റെ അടിസ്ഥാനത്തിലോ, ആർംഡ് റെബല്യന്റെ അടിസ്ഥാനത്തിലോ ഇന്ത്യയുടെ പ്രസിഡന്റിന് എന്ത് ചെയ്യാം? എമർജൻസി പ്രഖ്യാപിക്കാം എന്നാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഇതില് ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? കമന്റ് ചെയ്യൂ. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ കാണാം. ഓക്കെ ഇതിൽ ഏതാണ് ആൻസർ? ഇതിൽ സി ആണ് ആൻസർ കേട്ടോ. 1ഉം 2ഉം എന്താണ്? ശരിയാണ്. 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകളെ കുറിച്ച് ഭരണഘടനയെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാറ്, എക്സ്റ്റേണൽ അഗ്രഷൻ, ആംഡ് റെബല്യൻ, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന അടിയന്തരാവസ്ഥ എന്ത് ചെയ്യുന്നത്? പ്രസിഡന്റ് എന്ത് ചെയ്യുന്നത്? പ്രഖ്യാപിക്കുന്നത്. ആൻസർ സി ആണ് കേട്ടോ. 21ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ടേം സോഷ്യലിസം ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻഡിക്കേറ്റ്. ഇന്ത്യൻ ഭരണഘടനയിലെ സോഷ്യലിസം എന്ന ആ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കാണുന്നില്ലേ? ഓപ്ഷൻസ് കാണുന്നില്ലേ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നാഷണലിസം ഓഫ് ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നാഷണലൈസേഷൻ ഓഫ് ഓൺലി മേജർ സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി ആൻഡ് മേക്ക് സം സോർട്ട് ഓഫ് റെസ്ട്രിക്ഷൻ ഓൺ ദ എക്സസൈസ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. 24ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എല്ലാ രൂപത്തിലുള്ള ഉൽപാദനവും ദേശസാൽക്കരിക്കുക, നാഷണലൈസ് ചെയ്യുക. ഓക്കെ ക്ലിയർ ഇല്ലേ? ഞാൻ വായിച്ചു തരാം. സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചു തരാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് രാജ്യത്തെ എല്ലാ തരത്തിലുള്ള ഉൽപാദനത്തെയും എന്ത് ചെയ്യുക? ഉൽപാദനത്തെയും പ്രൊഡക്ഷനെയും എന്ത് ചെയ്യുക? നാഷണലൈസ് ചെയ്യുക. അതുപോലെ തന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ത് ചെയ്യുക? അബോളിഷ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. എല്ലാ രൂപത്തിലുള്ള പ്രൊഡക്ഷനെയും നാഷണലൈസ് ചെയ്യുക. അതുപോലെ തന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ത് ചെയ്യുക? അബോളിഷ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എക്കോണമിയിലെ ചില പ്രധാനപ്പെട്ട മേഖലകളെ മാത്രം നാഷണലൈസ് ചെയ്യുക. അതുപോലെ തന്നെ സ്വകാര്യ സ്വത്ത്
അനുവദിക്കുന്നതിൽ ചില നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യുക, ഏർപ്പെടുത്തുക. ഇതില് ഇന്ത്യയുടെ സോഷ്യലിസവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഒന്ന് കമന്റ് ചെയ്യൂ. ഒന്ന് കമന്റ് ചെയ്യൂ. ആര് കമന്റ് ചെയ്യുന്നില്ലല്ലോ? 24ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ബി ആണ് കേട്ടോ. ആൻസർ ബി ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? ബി ആണ് കേട്ടോ. അതായത് ഇന്ത്യയുടെ സോഷ്യലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല് പ്രധാനപ്പെട്ട സെക്ടേഴ്സിനെ മാത്രം നാഷണലൈസ് ചെയ്യുക, പിന്നെ സ്വകാര്യ സ്വത്ത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ചെറിയ ചെറിയ എന്ത് ചെയ്യുക, റെസ്ട്രിക്ഷൻസ് എന്ത് ചെയ്യുക, കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ത്യൻ സോഷ്യലിസം എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. അപ്പൊ 24ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ബി ആണ്. ഓക്കെ, ക്ലിയർ ആവുന്നില്ലല്ലേ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Which among is the correct chronological order of the cases of fundamental rights and directive principles? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കേസുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിനെന്ത് ചെയ്യുക, ക്രൊണോളജിക്കൽ ഓർഡറിലാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസാണ്. ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസാണ്. രണ്ടാമത്തേത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ചെമ്പകം ദൊരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് കേസാണ്. 4 എന്ന് പറയുന്നത് മിനർവ മിൽസ് ലിമിറ്റഡ് വേഴ്സസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസാണ്. ഇങ്ങനെ 4 കേസുകൾ വന്നിട്ടുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതൊന്ന് ക്രൊണോളജിക്കൽ ഓർഡറിലാക്കും. അത് ഏത് കേസാണ്? ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഒന്ന് കമന്റ് ചെയ്തേ. കമന്റുകൾ വരട്ടെ. ഇതില് 25ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഡി ആണ് കേട്ടോ. ഏതാണ്? ഡി ആണ്. ഇതിൽ ഫസ്റ്റ് വരുന്ന കേസ് എന്ന് പറയുന്നത് ചെമ്പകം ദൊരൈരാജൻ കേസാണ് 1951. പിന്നെ വരുന്നത് ഗോലക്നാഥ് കേസാണ് 67. പിന്നെ കേശവാനന്ദ ഭാരതി കേസ് 73. മിനർവ മിൽസ് കേസ് 1980. അപ്പൊ ഇതില് ഇതാണ് ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഡി ആണ്. 25ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ആദ്യം ചെമ്പകം ദൊരൈരാജൻ കേസ്, പിന്നെ ഗോലക്നാഥ് കേസ്, പിന്നെ കേശവാനന്ദ ഭാരതി കേസ്, പിന്നെ മിനർവ മിൽസ് കേസ്. 25ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഡി ആണ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം നമ്മുടെ നമ്മുടെ എക്സാമുകൾക്ക് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു സെഷനിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്. നമ്മള് ഇന്നിവിടെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ? കമന്റ് ചെയ്യൂ. ഇയേഴ്സ് ഒന്നുകൂടെ പറയാം. ചെമ്പകം ദൊരൈരാജൻ കേസ് എന്ന് പറയുന്നത് 1951. ചെമ്പകം ദൊരൈരാജൻ കേസ് എന്ന് പറയുന്നത് 1951. ഗോലക്നാഥ് കേസ് എന്ന് പറയുന്നത് 1967. ഗോലക്നാഥ് കേസ് 1967. കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത് 1973. മിനർവ മിൽസ് കേസ് എന്ന് പറയുന്നത് 1980. ചെമ്പകം ദൊരൈരാജൻ 51, ഗോലക്നാഥ് കേസ് 67, കേശവാനന്ദ ഭാരതി കേസ് 73, മിനർവ മിൽസ് കേസ് 1980.
നല്ല ടഫാണല്ലേ? നിങ്ങൾ നമ്മുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് PSC ഈ ഒരു പുതിയ പാറ്റേണിലാണ് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നത്. അപ്പൊ അതും കൂടെ പരിചയപ്പെടുത്തുക എന്നുള്ള നിലയ്ക്കാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കൂടെ. ഇതൊക്കെ നമ്മൾ PSCയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള, അതുപോലെ തന്നെ നമ്മുടെ JLP എക്സാമുകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള മുൻകാല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റാങ്കിലേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റൂ. കാരണം PSC നല്ല രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ പാറ്റേൺസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.